അമേരിക്കയിലുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ പേടിച്ചിരുന്ന എപ്സ്റ്റീൻ ഫയലുകളുടെ ആദ്യ ബാച്ച് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടു. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെ പരാമർശിക്കുന്ന രേഖകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. തങ്ങളുടെ പ്രതിച്ഛായക്ക് തന്നെ ഭീഷണിയാകുന്ന ഫയലുകൾ പുറത്ത് ഇറങ്ങുന്നതിന് രാഷ്ട്രീയ നേതാക്കൾ ഏറെ ഭയപ്പാടോടെയാണ് കണ്ടിരുന്നത്. എപ്സ്റ്റീൻ ഫയലുകളുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് അമേരിക്കയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പാരൻസി ആക്ട് പ്രകാരമാണ് ലക്ഷക്കണക്കിന് പേജുകളുള്ള ഈ രേഖകൾ വെളിച്ചം കണ്ടത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്ന് കരുതിയ ഈ ഫയലുകളിൽ അദ്ദേഹത്തിന്റെ പേര് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾക്കെതിരെ ശക്തമായ ആയുധങ്ങൾ ലഭിച്ചതും ട്രംപിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടമായി മാറിയിട്ടുണ്ട്. മുൻ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ബിൽ ക്ലിന്റണും എപ്സ്റ്റീന്റെ കൂട്ടാളി ഗിസ്റ്റൈൻ മാക്സെല്ലും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഈ ഫയലുകളിൽ ഉൾപ്പെട്ടത് ക്ലിന്റന്റെ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുമുണ്ട്. ക്ലിന്റന്റെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ ഉത്തരവിടുകയും ചെയ്തിരുന്നു. എപ്സ്റ്റീനുമായി വ്യക്തിപരമായ സൗഹൃദമുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തെളിയിക്കുന്നതിനൊപ്പം എതിരാളികളുടെ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഈ ഫയലുകൾ ട്രംപിനെ സഹായിക്കുന്നുണ്ട്. നിലവിൽ പുറത്തുവന്ന 3 ലക്ഷത്തോളം പേജുകൾക്ക് പുറമെ ലക്ഷക്കണക്കിന് പേജുകൾ കൂടി അടുത്ത ആഴ്ചകളിൽ പുറത്തുവിടുമെന്ന് നീതിന്യായ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് അനുകൂലികൾക്കിടയിൽ ഈ നടപടി വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. അതിലൂടെ അഴിമതിക്കെതിരെയുള്ള പോരാളിയായി സ്വയം ചിത്രീകരിക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിരിക്കുന്നു. മൈക്കൽ ജാക്സനെ പോലുള്ള ലോക പ്രശസ്തരുടെ പേരുകളും ഈ ഫയലുകളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിന്റെയും ക്ലിന്റന്റെയും ഇടപെടലുകളാണ് ഇപ്പോൾ സജീവമായ ചർച്ചാ വിഷയം. ബിൽ ക്ലിന്റൺ, മൈക്കൽ ജാക്സൺ, മൈക്ക് ജാക്കർ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ ചിത്രങ്ങൾ അടക്കമുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന രേഖകൾ പ്രകാരം 1200ഓളം പേരെയാണ് എപ്സ്റ്റീൻ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. എപ്സ്റ്റീൻ ലൈബ്രറി എന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ ഫയലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫയലുകളിൽ എന്തെല്ലാം വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തതയില്ല. എങ്കിലും എപ്സ്റ്റീൻ കേസുകളിലേക്കും അദ്ദേഹത്തിന്റെ നിഗൂഢ ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന വിവരങ്ങൾ ഈ ഫയലുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട കോടീശ്വരനാണ് ജെഫ്രി എപ്സ്റ്റീൻ. മരണത്തിന് 2 ദിവസം മുമ്പ് ഒപ്പിട്ട വിൽപ്പത്രം അനുസരിച്ച് അദ്ദേഹത്തിന് ഏതാണ്ട് $60 കോടി ആസ്തി ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായ എപ്സ്റ്റീനെ 2019 ജൂലൈ 24 സെല്ലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഓഗസ്റ്റ് 10 എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺസിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ സ്വയം ജീവൻ ഒടുക്കിയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്.